ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ആനന്ദ നിലയമാണ്. ഐശ്വര്യ പറയുകയാണ്, എന്താണെങ്കിലും ശ്യാമയുമായിട്ട് യാതൊരുവിധ ബന്ധവും ഇനി ഈ വീട്ടുകാർക്ക് വേണ്ട. എൻ്റെ അമ്മയെ തകർന്നു നിൽക്കുകയാ, വാ അമ്മ വന്ന് വിശ്രമിക്കെന്ന് പറഞ്ഞുകൊണ്ട് ഐശ്വര്യ വസുന്ധരയും കൊണ്ട് മുറിയിലേക്ക് പോവുകയാണ്. തുടർന്ന് വർമ്മ മനസ്സിൽ പറയുകയാണ്, എന്നാലും 2 കോടി രൂപ, അത്രയും തുകയൊക്കെ അഖിയുടെയും ശ്യാമയുടെയും കയ്യിൽ കാണുമോ? ബാങ്ക് ഗ്യാരണ്ടിയിൽ ആരായിരിക്കും ഇത്രയും പണം കൊടുത്തത്? പിന്നീട് കാണിക്കുന്നത് അമൃത അഖിലിനെയും ശ്യാമയും കാണാനായി ചെന്നിരിക്കുന്നതാണ്. എന്താണെങ്കിലും നിങ്ങളോട് എനിക്ക് നന്ദിയുണ്ട്, നിങ്ങൾ നമ്മുടെ കമ്പനിയെ തകർച്ചയിൽ നിന്നും രക്ഷിച്ചില്ലേ എന്ന് അമൃത പറയുന്നു. ഇതാണിപ്പോൾ നന്നായത്, ശരിക്കും ഞങ്ങൾ നന്ദി പറയേണ്ടത് ഏട്ടത്തിയോടല്ലേ എന്ന് ശ്യാമ പറയുന്നു. എന്നെ കൊണ്ട് പറ്റാവുന്നത് ഞാൻ ചെയ്തു, അത്ര തന്നെയെന്ന് അമൃത പറയുമ്പോൾ ശ്യാമ ചോദിക്കുകയാണ്, എന്നാലും ഇത്ര പെട്ടെന്ന് 2 കോടി രൂപ അമൃത ഏട്ടത്തി എങ്ങനെ സംഘടിപ്പിച്ചത്? ശ്യാമേ, അത് പിന്നെ എൻ്റെ കുടുംബസ്വത്തുണ്ട്, അച്ഛൻ തന്നതാ കുറച്ച് സ്ഥലം, അത് ഞാനങ്ങ് ലീസിന് കൊടുത്തു. എന്താണെങ്കിലും മായയും ബിഡിങ്ങിന് വരുന്ന കാര്യം നിങ്ങൾ നേരത്തെ അറിഞ്ഞത് നന്നായി. കൂടാതെ നിങ്ങളത് ആദ്യേട്ടനെ വിളിച്ചറിയിച്ചല്ലോ. ആദ്യേട്ടൻ എന്നോട് അപ്പോഴേ പറഞ്ഞതാ കൂടുതൽ തുക കെട്ടിവെക്കാനായിട്ട്. എന്താണെങ്കിലും ഐശ്വര്യ സമ്മതിക്കില്ലെന്ന്. അമ്മയും അച്ഛനും എല്ലാവരും കരുതുന്നത് ലേലത്തിന് പിടിച്ച മിഷനെല്ലാം ഞങ്ങളുടെ കമ്പനിയിലേക്ക് അന്നാ. ഞങ്ങൾ വേറെ പുതിയ മിഷൻ എടുക്കാൻ പോവുകയാണ്, അതിനുള്ള അഡ്വാൻസും കൊടുത്തു കഴിഞ്ഞു. ഇന്ന് ലേലത്തിന് പിടിച്ച മിഷനറീസ് എല്ലാം നമ്മുടെ കമ്പനിയിൽ കൊണ്ടുവരുമ്പോഴാ അച്ഛനും അമ്മയും എല്ലാവരും ഞെട്ടാൻ പോകുന്നത്. അതുവരെ അഖിലും ശ്യാമയും ഞങ്ങളെ ചതിച്ചെന്ന് ഐശ്വര്യടത്തി പാടി നടക്കട്ടെ. അഖിൽ സാറ് എന്താണെങ്കിലും അച്ഛനെ ഒന്ന് വിളിച്ച് കാര്യം പറയാൻ ശ്യാമ പറയുമ്പോൾ അഖിൽ പറയുകയാണ്, വേണ്ട, അത് സസ്പെൻസായിരിക്കട്ടെ, നേരിട്ട് കൊണ്ടു ചെല്ലുമ്പോൾ അവർക്കൊക്കെ സന്തോഷമാകുമല്ലോ. പെട്ടെന്ന് ശ്യാമയ്ക്ക് എന്തോ അസ്വസ്ഥത ഉണ്ടാവുകയാണ്. എന്താ ശ്യാമേ, എന്തു പറ്റിയെന്ന് അഖിൽ ചോദിക്കുമ്പോൾ പെട്ടെന്ന് എന്തോ വയറിന് വേദന പോലെയെന്ന് ശ്യാമ പറയുന്നു. അത് ഗ്യാസ് വല്ലതും കയറിയതാകുമെന്ന് ശ്യാമയോട് അഖിൽ പറയുന്നു. വലിയ വേദനയുണ്ടെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാമെന്ന് അമൃത പറയുമ്പോൾ അതൊന്നും വേണ്ടെന്ന് ശ്യാമ പറയുന്നു. നേരം രാത്രിയാകുന്നു. പിന്നീട് കാണിക്കുന്നത് ആനന്ദ നിലയമാണ്. അരുൺ ആരും കാണാതെ ശ്രീകുട്ടിയെയും കൊണ്ട് അശ്വതിയുടെ അടുത്തേക്ക് പോകാനായി ഇറങ്ങുകയാണ്. അതേസമയം ആദി അവിടെ ഹാളിലുണ്ടായിരുന്നു. ആദിയെ കണ്ട് രണ്ടുപേരും ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ്. നിങ്ങളിപ്പോൾ എവിടെ പോകുന്നെന്ന് ആദി ചോദിക്കുമ്പോൾ അരുൺ പറയുകയാണ്, അതേട്ടാ, ശ്രീകുട്ടിക്ക് വയ്യ, പനിയാ, അതുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് അല്ല ഗസ്റ്റ് ഹൗസിലേക്ക്. എൻ്റെ അരുണേ, നീ ആദ്യം ഏതെങ്കിലും ഒന്ന് ഉറപ്പിക്ക്, നിനക്കിപ്പോൾ എവിടെയാണ് പോകേണ്ടത്? ഗസ്റ്റ് ഹൗസിലോ അതോ ഹോസ്പിറ്റലിലോ? അത് പിന്നെ ഹോസ്പിറ്റലില്ല, സമയം പോകുന്നു. അതെ അരുണേ, നീ എൻ്റെ അനിയനാ, ഇപ്പോൾ എന്നെക്കാളും വളർന്നു. നിന്റെ ഉരുണ്ടുകളിയെല്ലാം എനിക്ക് മനസ്സിലാകുന്നുണ്ട്. പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ഇതത്ര നല്ല കാര്യമൊന്നുമല്ല. നിന്റെ സ്വന്തം ഭാര്യയുടെ കണ്ണീര് കൊണ്ടാ നീ ആ ബന്ധം ഊട്ടിയുറപ്പിക്കാൻ പോകുന്നത്. ജീവിതം തന്നെ കൈവിട്ടു പോയിട്ട് പിന്നെ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവും ഉണ്ടാകില്ല. അതേസമയം അശ്വതി അരുണിന്റെ ഫോണിലേക്ക് വിളിക്കുകയാണ്. നേരം ഇത്രയായിട്ടും കാണാഞ്ഞിട്ട് വിളിക്കുന്നതാകുമെന്ന് ആദി പറയുമ്പോൾ അരുൺ പറയുകയാണ്, മോള് വാ, ആരാ എന്നെ തടയുന്നതെന്ന് എനിക്കൊന്ന് കാണണമല്ലോ. അത്രയും പറഞ്ഞുകൊണ്ട് ശ്രീകുട്ടിയെ കൊണ്ട് അരുൺ പുറത്തേക്ക് പോകുമ്പോൾ താഴേക്കിറങ്ങുന്ന ഐശ്വര്യ ഇത് കാണുകയാണ്. അരുണെ അവളുടെ അടുത്തേക്കായിരിക്കും പോകുന്നത്, കാണിച്ചു കൊടുക്കുന്നുണ്ട്, ഇങ്ങോട്ട് വരട്ടെ. അങ്ങനെ അരുൺ ശ്രീകുട്ടിയും കൊണ്ട് അവിടെ നിന്ന് പോകുമ്പോൾ അവരുടെ പിന്നാലെ ഐശ്വര്യയും ഇറങ്ങുകയാണ്. പിന്നീട് കാണിക്കുന്നത് ഗസ്റ്റ് ഹൗസ് ആണ്. അരുണിനെയും ശ്രീകുട്ടിയും കാത്ത് പുറത്ത് നിൽക്കുകയാണ് അശ്വതി. അതേസമയം സെക്യൂരിറ്റി അങ്ങോട്ടേക്ക് വരികയാണ്. പിന്നെ ഞാനാണ് തന്നെ പോലീസിൽ നിന്നും രക്ഷിച്ചത്. ആ SI ഇവിടെ വന്ന് തൻ്റെ ഫോട്ടോ കാണിച്ചിട്ട് അറിയാമോ എന്ന് ചോദിച്ചപ്പോൾ അങ്ങനെ ഒരാൾ ഇവിടെ ഇല്ലെന്ന് ഞാനാ പറഞ്ഞത്, അതിൻ്റെ നന്ദി വേണമെന്ന് സെക്യൂരിറ്റി പറയുന്നു. അത്രയും പറഞ്ഞുകൊണ്ട് സെക്യൂരിറ്റി അശ്വതിയുടെ കയ്യിൽ പിടിക്കുമ്പോൾ അയാളുടെ മുഖമടക്കി ഒന്ന് കൊടുക്കുകയാണ് അശ്വതി. തുടർന്ന് അശ്വതി അകത്തേക്ക് കയറുമ്പോൾ സെക്യൂരിറ്റി പുറത്തേക്ക് ഇറങ്ങി പറയുകയാണ്, അവളൊരു പതിവ്രത, അവളെ ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്. തുടർന്ന് ആ സെക്യൂരിറ്റി ജയേഷിനെ വിളിച്ച് അശ്വതി അവിടെയുള്ള വിവരം പറയുകയാണ്. പിന്നീട് കാണിക്കുന്നത് അരുണും ശ്രീകുട്ടിയും കൂടി ഗസ്റ്റ് ഹൗസിലേക്ക് പോകുന്നതാണ്. അവരെ പിന്തുടരുന്ന ഐശ്വര്യ പറയുകയാണ്, ഇന്ന് കാമുകിയെ കണ്ടെത്തിയിട്ട് ഞാൻ അരുണിന് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോഴാണ് ഐശ്വര്യ പിന്തുടർന്ന് വരുന്നത് അരുൺ ശ്രദ്ധിക്കുന്നത്. തുടർന്ന് ഐശ്വര്യയുടെ കണ്ണുവെട്ടിച്ച് അരുൺ മറ്റൊരു റോഡിലേക്ക് കയറുകയാണ്. ഇത് കാണുന്ന ഐശ്വര്യ ദേഷ്യത്തോടെ നിൽക്കുന്നു. പിന്നീട് കാണിക്കുന്നത് ഗസ്റ്റ് ഹൗസ് ആണ്. അരുണിനെയും കാത്തിരിക്കുകയാണ് അശ്വതി. അതേസമയം ജയേഷ് അങ്ങോട്ടേക്ക് വരുമ്പോൾ സെക്യൂരിറ്റി പറയുകയാണ്, സാറേ, അവളിതേ ക്വാർട്ടേഴ്സിൻ്റെ അകത്തുണ്ട്. ജയേഷിനെ കാണുന്ന അശ്വതി ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ്. തുടർന്ന് ജയേഷും മറ്റും കതകു പൊളിച്ച് അകത്തേക്ക് വരികയും അശ്വതിയെ അറസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.